നമസ്കാരം, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു നെല്ലിയാമ്പതി വ്ളോഗാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കുറേ നാളുകൊണ്ട് പ്ലാൻ ചെയ്യണം നെല്ലിയാമ്പതി പോകണം എന്ന്. ലാസ്റ്റ് ടൈം ഇതുപോലെ എല്ലാത്തിനും വേണ്ടി പ്രിപ്പയർ ആയി ഇറങ്ങിയപ്പോഴാണ് അറിയുന്നത് മഴയൊക്കെ പെയ്തിട്ട് റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോയെന്ന്. പിന്നെ അത് ഡേഞ്ചറസ് ആയതുകൊണ്ട് ഞങ്ങളത് ക്യാൻസൽ ചെയ്തു. സോ ഇപ്പം കാലാവസ്ഥയൊക്കെ അനുകൂലമായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ദിസ് ഇസ് റൈറ്റ് ടൈം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ റെഡി സെറ്റ് ഗോ എന്നൊക്കെ പറഞ്ഞിട്ട് ബാഗെല്ലാം പാക്ക് ചെയ്തു. എന്നിട്ട് പമ്പിൽ കയറി പെട്രോൾ അടിച്ചു, എയർ ചെക്ക് ചെയ്തു, എയർ ഫില്ല് ചെയ്തു. ഇതെല്ലാം ഞങ്ങൾ പ്രാഥമികമായിട്ട് എപ്പോഴും ട്രിപ്പ് പോകാനും ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് അടിച്ചു. രാവിലെ ഫുഡ് നമുക്കും കൂടി കിട്ടുവാണെങ്കിൽ നമ്മൾ ഫുൾ എനർജറ്റിക് ആയിരിക്കുമല്ലോ. പോകുന്ന വഴിക്ക് ഒരു ഫെറാറി കണ്ടു. പിന്നെ എൻ്റെ കെട്ടിയൻ്റെ കൺട്രോൾ പോവും വണ്ടിയൊക്കെ കാണുകയാണെങ്കിൽ. അങ്ങനെ ഞങ്ങൾ നേരെ പാലക്കാടിലോട്ടുള്ള യാത്ര തിരിച്ചു. ഒരുപാട് അമ്പലങ്ങളുണ്ട് കേട്ടോ പോകുന്ന സ്ഥലത്തൊക്കെ. ഇപ്പോഴും ഭയങ്കര നാട്ടിൻ പ്രദേശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പാലക്കാട് പോകുമ്പോൾ. പക്ഷെ ചൂട് അപാരം തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ കാഴ്ചകൾ കാണുമ്പോൾ കണ്ണിനൊരു കുളിർമയായിരുന്നു. നല്ല പ്രകൃതി രമണീയമായിട്ട് പാടങ്ങൾ, വയലുകൾ, കൊറ്റികൾ, ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സൈഡിൽ കൂടെ പശുവിനെയൊക്കെയും ആടിനെയൊക്കെ അവർ ഇങ്ങനെ കെട്ടിക്കൊണ്ട് പോവും റോഡിൽ കൂടെയൊക്കെ. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും സിറ്റിയിൽ നിന്ന് അങ്ങോട്ട് നാട്ടിൻ പ്രദേശത്തോട്ട് പോകുമ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. ചെക്ക് പോസ്റ്റ് എത്തി. ഇവിടെ നമുക്കൊരു പാസ് വരും കേട്ടോ. അതിൽ ടൈം കാണും 5 മണി എന്നുള്ളത് വൈകുന്നേരം. അതിന് മുന്നേ നമ്മൾ പോയിട്ട് തിരിച്ചിറങ്ങണം. അല്ലാതെ ഈ പാസ് എടുക്കാൻ പ്രത്യേകിച്ച് നമ്മൾ കാശൊന്നും കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹെയർ പിൻ വളവൊക്കെ കയറി സീതാർകുണ്ടിലോട്ടാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വെച്ചേക്കുന്നത്. പോകുന്ന വഴിക്ക് നല്ല നല്ല സ്ഥലങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് ഓരോ ഫോട്ടോയൊക്കെ എടുക്കും. ഇവിടെ എത്തിയ സമയത്ത് ഞങ്ങളൊരു കുപ്പി വെള്ളം വാങ്ങി. കാരണം ഞങ്ങളിൽ ഉണ്ടായിരുന്നത് തീർന്നു പോയി. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അയ്യോ, സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു. പിന്നെ ഏപ്രിൽ മാസം ആകുമ്പോഴത്തേക്കും എന്തായാലും ചൂട് കാണുമല്ലോ. ഞങ്ങൾ ഏപ്രിലാണിത് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇത് കണ്ടോ, നല്ല താമരയൊക്കെ വിരിഞ്ഞിരിപ്പുണ്ടായിരുന്നു, താമരയും മാമ്പലും ഒക്കെ. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ആ സൈഡ് നമ്മൾ സ്കിപ്പ് ചെയ്തു. കാരണം ഞങ്ങൾ വെച്ച് പോയി സീതാർകുണ്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഫാമിലോട്ടൊക്കെ വരാമെന്ന് പ്ലാൻ ചെയ്തിട്ട് നേരെ നമ്മൾ സീതാർകുണ്ടിലോട്ട് പോകാണ് കേട്ടോ. ഇവിടെ നമ്മൾ ടൈമൊക്കെ എഴുതി കൊടുക്കണം. ഇവിടെ നമുക്ക് പാസ്സൊന്നുമില്ല, ഫ്രീ ആണ്. ഇതെല്ലാം കഴിഞ്ഞ് സീതാർകുണ്ടിൽ എത്തുമ്പോൾ നമ്മൾ വണ്ടിയുടെ പാർക്കിംഗ് ഫീ കൊടുക്കണം. അവിടെയും അല്ലാണ്ട് ആ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ എൻട്രി ടിക്കറ്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്തു. അങ്ങനെ നേരെ സീതാർകുണ്ട് കാണാൻ വേണ്ടി കുറച്ചധികം കൂടി നടക്കാനുണ്ട് മുകളിലോട്ട്. അങ്ങോട്ട് നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇതിൻ്റെയുള്ള സ്റ്റോറി എന്ന് വെച്ചാൽ നമ്മുടെ വനവാസ സമയത്ത് സീതയും രാവണനും ലക്ഷ്മണനും സ്റ്റേ അടിച്ച് താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഇത്. അപ്പം ഇവിടുത്തെ ജലാശയത്തിലാണ് അവർ കുളിക്കുന്നതും ഭക്ഷണം പാകം ചെയ്യാനുള്ള വെള്ളമൊക്കെ എടുക്കുന്നതാണ് അതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ആ സീതാർകുണ്ടിൻ്റെ വ്യൂ പോയിൻറ്റ്. ഈ വ്യൂ പോയിൻറ്റിനകത്താണ് ഒരു നദിയൊക്കെ ഉള്ളത് കേട്ടോ. അപ്പം നദിയൊന്നും അങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റില്ല. നേരത്തെ വരുന്ന ക്ലിപ്പിനകത്ത് ചെറുതായിട്ടൊരു സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നു നദിയുടേത്, അതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ചു പോവുകയാണ്. ഭയങ്കരമായിട്ട് ടയേർഡായിപ്പോയി, വിശക്കൊന്നും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഒരു ഐസ്ക്രീം കുടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഐസ്ക്രീം സ്റ്റോളിൽ കയറി കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല കച്ചവടമുണ്ട്. കാരണം വരുന്നവരെല്ലാവരും എന്തായാലും ഐസ്ക്രീം വാങ്ങാതെ അവിടെ നിന്ന് പോകത്തില്ല. അത്രയ്ക്ക് ചൂടായതുകൊണ്ടേ ചൂട് ശമനത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി കയറും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ചിട്ട് ഓറഞ്ച് ഫാം കാണാൻ വേണ്ടി കയറി കേട്ടോ. ഇവിടെയാണ് ഞാൻ നേരത്തെ കാണിച്ചെന്ന ആമ്പൽപ്പാടങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. വിവിധ തരം പൂക്കളുണ്ടായിരുന്നു. നമ്മൾ ഊട്ടിയിലെ ബൊട്ടാനിക്കൽ ഗാർഡനിൽ പോകില്ലേ, അതേ ഒരു പ്രതീതിയായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ ചെടികൾ, പൂക്കൾ, പിന്നെ ഇവർ പലതരം ജാമ്പയ്ക്കൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നു. പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു തോട്ടം തന്നെ ഉണ്ടായിരുന്നു. ഓറഞ്ച് ഉണ്ടായിരുന്നു, പലതരത്തിലുള്ള ക്യാബേജ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിൻ്റെ ഒരു മിക്സഡ് പ്ലേസ് ആയിരുന്നു അതെന്ന് പറയാൻ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിനകത്തൊരു ട്രീ ഹൗസും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. ഞങ്ങൾ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പം അടുത്ത ഫാമിലീസ് വന്ന് കയറും. അവർ കുറേ നേരം അതിനകത്ത് സ്പെൻഡ് ചെയ്തിട്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അത് മാത്രം മിസ്സായി. ഇപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ട്രീ ഹൗസിൽ കയറണം എന്ന്. പണ്ട് കോളേജിൽ നിന്ന് ട്രിപ്പ് പോയപ്പം കൂർഗിലോ ചിക്മംഗ്ലൂരോ വെച്ചിട്ട് ഇതുപോലൊരു ട്രീ ഹൗസിൽ കയറിയിട്ടുണ്ട്. അത് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ആയിട്ട് അതിൻ്റെ ഓരോ സ്റ്റെപ്പിലൊക്കെ ഇരുന്നിട്ടൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും കയറണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. പിന്നെ ഞങ്ങളത് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ തിരിച്ചു വരാനും 5 മണിക്ക് മുന്നേ തിരിച്ചിറങ്ങണമല്ലോ, അതും ലേറ്റാവും. പിന്നെ വീടെത്താനും ലേറ്റാവും. ആകെ മൊത്തം താളം തെറ്റും എന്നുള്ളതുകൊണ്ട് അത് ഞങ്ങൾ സ്കിപ്പ് ചെയ്തു. നേരെ അമ്പൽപ്പാടത്തിലോട്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആമ്പലും താമരയും എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ കൺട്രോൾ പോകും അത് കാണുമ്പോഴത്തേക്കും. ഒരുമാതിരി ഒരു സന്തോഷം എനിക്കിത് അത് കാണുമ്പോൾ. അങ്ങനെ ഞങ്ങൾ നേരെ ഫാമിലോട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ പാഷൻ ഫ്രൂട്ട് ഫാം.
അയ്യോ, ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ പൊക്കത്തിനെക്കാട്ടി ചെറുതാണേ, പക്ഷേ അതിനകത്ത് നടക്കുമ്പോഴത്തേക്ക് നല്ല രസമാണ്, അടിപൊളിയാണ്. നമ്മുടെ ഉയരത്തിനെക്കാട്ടി ഉയരമുണ്ട് അതിനകത്ത്. ഇതിനകത്തൂടെ ഇങ്ങനെ നടക്കുമ്പോൾ പല കളറിലും ഉണ്ടായിരുന്നു അത്, സൈഡിലൊക്കെ റെഡൊക്കെ അടിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഓറഞ്ച്, മൻഡാരിൻ ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ക്യാബേജ്, കോളിഫ്ലവർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി. ഊണാണ് കേട്ടോ പറഞ്ഞിരുന്നത്, 150 രൂപ എന്തുകൊണ്ടായിരുന്നു ഒരു ഊണിനുള്ള പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷെ പായസം ഉണ്ടായിരുന്നു കേട്ടോ, അത് നല്ല ടേസ്റ്റായിരുന്നു, ആവശ്യത്തിന് മധുരമൊക്കെയുള്ള നല്ല അടിപൊളി പായസമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു കുറച്ചും കൂടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാമെന്ന്. അങ്ങനെ ഒരു എസ്റ്റേറ്റിൻ്റെ അവിടെയൊക്കെ കയറി അവിടെ നിന്നൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴത്തേക്കും മണി ഏതാണ്ട് 4 മണി അടുപ്പിച്ചായി, ഞങ്ങൾക്ക് തിരിച്ചിറങ്ങേണ്ട സമയമായി. ഇത് കണ്ടോ, കൂത്താടികളാണ്, തവളക്കുട്ടികൾ. ഞാൻ അത് തന്നെ എടുത്തു. ഇതാണ് ആക്ച്വലി സീതാർകുണ്ടിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. ഇത് നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് വേറൊരു സ്ഥലമുണ്ട്, ഇങ്ങനെ കയറി നിന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്നത്. അവിടെ കയറി നിന്ന് ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തതാണ് ആ സീതാർകുണ്ട് നല്ലോണം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് ചായക്കടയിൽ കയറി ആ ഒരു ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് 2 ചായയും 2 വാഴയ്ക്കപ്പവും പറഞ്ഞു. അതൊക്കെ കഴിച്ചൊന്ന് റെഡിയായി വന്നു. മോൻ കണ്ടില്ലേ, ഫുൾ എക്സോസ്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഈ ചൂട് വെയിലും ഒക്കെ കണ്ണിലിങ്ങനെ അടിച്ചിട്ട് കണ്ണൊന്നും തുറക്കാൻ വയ്യാണ്ട് കിളിയും പേടിക്കുക. അവിടെ നേരെ ഞങ്ങൾ കാവയിലോട്ട് വിട്ടു സൺസെറ്റ് കാണാൻ വേണ്ടി. കാവയിലെ സൺസെറ്റ് അടിപൊളിയാണെന്ന് എപ്പോഴും എൻ്റെ കെട്ടിയോൻ പറയും. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ കാവയിലെ സൺസെറ്റ് കാണാൻ വേണ്ടി പോയി. നല്ലതായിരുന്നു കേട്ടോ, പറഞ്ഞ സത്യമായിരുന്നു. ഭയങ്കര നല്ല വ്യൂ പോയിൻ്റൊക്കെ ആയിരുന്നു, ഒരു സമാധാനം, കാറ്റ്. വൈകുന്നേരമൊക്കെ ആയി, സൺസെറ്റൊക്കെ ആയതുകൊണ്ട് നല്ല കാറ്റൊക്കെ വീശാൻ തുടങ്ങി. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ വ്യൂ എല്ലാം കണ്ട് റിട്ടേൺ അടിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു കേട്ടോ. കാവയിൽ ആക്ച്വലി ഒരുപാട് സൺസെറ്റ് പോയിൻറ്റ്സ് ഉണ്ട്. നമ്മൾ വണ്ടി മുന്നോട്ട് പോകുന്തോറും ഓരോ പാറകളും ഓരോ മലകളും കുന്നുകളൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പം അവിടെ ഓരോരുത്തർ പോകുമ്പോഴും ഓരോ വ്യൂ ആണ് കേട്ടോ. അപ്പം ഒരുപാട് സൺസെറ്റ് പോയിൻറ്റ്സ് ഉണ്ടെന്നുള്ളതാണ് കാവയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു. നല്ല ബ്ലോക്ക് കിട്ടി പോകുന്ന വഴിക്ക്. അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ അതിസാഹസികമായി ഞങ്ങൾ രക്ഷപ്പെട്ടു തിരിച്ച് ഫൈനലി ഫ്ലാറ്റിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നെല്ലിയാമ്പതി കാവ വിശേഷങ്ങൾ. എല്ലാവരും കണ്ടതിൽ വളരെ സന്തോഷം. ലവ് യു ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.